നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ CPU, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് മെമ്മറി യൂണിറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പം മെമ്മറി യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെയെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറിയിലാണ്. അപ്പോൾ ഈ മെമ്മറി യൂണിറ്റിനെ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയും അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറിയുമാണ്. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി, അതുപോലെ തന്നെ രണ്ടാമത്തത് സെക്കൻഡറി മെമ്മറി. ഇപ്പോൾ പ്രൈമറി മെമ്മറി എന്താണെന്ന് നോക്കാം. പ്രൈമറി മെമ്മറി അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു, ഏതാണ്? മെയിൻ മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രൈമറി മെമ്മറിയെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റാം എന്നും റോം എന്നും. അതൊക്കെ എല്ലാവരും ഒരുവിധം കേട്ടിട്ടുള്ളതായിരിക്കും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. റാം റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം പഠിക്കണം, റീഡ് ഒൺലി മെമ്മറി. ഇപ്പോൾ പ്രൈമറി മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റാം എന്നും റോം എന്നും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെമ്മറിയാണ് ക്യാഷ് മെമ്മറിയും രജിസ്റ്ററും. അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ്, അല്ലെങ്കിൽ എക്സാമിനൊക്കെ ചോദിക്കും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ CPU നിന്നും CPUവിന് ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്നതും CPUവിനകത്തുള്ള ഒരു ഹൈ സ്പീഡ് മെമ്മറി സെല്ലാണ് രജിസ്റ്റർ. അപ്പോൾ ക്യാഷ് മെമ്മറി എന്താണ്, രജിസ്റ്റർ എന്താണെന്നൊക്കെ നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി. മെമ്മറി യൂണിറ്റിനെ മെയിനായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. പ്രൈമറി മെമ്മറി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി. ഈ പ്രൈമറി മെമ്മറി തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റാം എന്നും റോം എന്നും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. ഇനി റാം എന്താണെന്ന് നമുക്ക് നോക്കാം. റാം എന്ന് പറയുന്ന ഒരു ടെമ്പററി മെമ്മറിയാണ്. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേറ്റാസ് താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്, ഞാനത് സേവ് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, വേർഡിനകത്തൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുകയാണ്, അത് ജസ്റ്റ് എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങോട്ടായിരിക്കും? റാം എന്ന് പറയുന്ന മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതാണ് ഒരു ടെമ്പററി മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് വോളട്ടൈൽ മെമ്മറി. വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് നഷ്ടമാകും എപ്പോഴാണ്? ഇപ്പോൾ പവർ ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഈ റാം എന്ന് പറയുന്ന മെമ്മറിയിലുള്ള ഡേറ്റാസ് നമുക്ക് നഷ്ടമാകും. അതുകൊണ്ടാണ് റാം എന്ന് പറയുന്ന മെമ്മറിയെ വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം നമുക്ക് UPS ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചാർജ് കുറച്ച് നേരം കൂടി നമുക്ക് കിട്ടും, കറണ്ട് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ UPS ഇല്ലാത്തൊരു കമ്പ്യൂട്ടറാണ്, ഇപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സിസ്റ്റം ഓൺ ആക്കുമ്പോൾ നമ്മൾ ആ ടൈപ്പ് ചെയ്തിരുന്ന സാധനം പിന്നെ നമുക്ക് കിട്ടുമോ? കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? ഈ നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നത് താൽക്കാലികമായിട്ടുള്ള റാം എന്ന് പറയുന്ന മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പവർ ഓഫായി കഴിയുമ്പോൾ അതിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാകും. അതുകൊണ്ടാണ് റാം മെമ്മറിയെ വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ക്യാഷ് മെമ്മറി ഉണ്ടെന്ന്. ഈ ക്യാഷ് മെമ്മറിയും എന്താണ്? ഒരു വോളട്ടൈൽ മെമ്മറിയാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് റോം ആണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. അതായത് അതിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ തന്നെയുണ്ട് എന്താ? റീഡ് ഒൺലി മെമ്മറി. റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ റോം എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ആ ഡേറ്റാസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം റോം എന്ന് പറഞ്ഞാൽ ഒരു നോൺ വോളട്ടൈൽ മെമ്മറിയാണ്. വോളട്ടൈൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ?
പവർ പോയി കഴിയുമ്പോൾ അതിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാകും. പക്ഷേ റോം മെമ്മറിയിലുള്ള ഡേറ്റാസ് പവർ ഓഫായി കഴിഞ്ഞാലും നഷ്ടമാകത്തില്ല, അതിനൊരു ചേഞ്ചും വരത്തില്ല, അത് അതുപോലെ തന്നെ റോം മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അതാണ് റോം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറിയാണ്. റോമിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് നോൺ വോളട്ടൈൽ എന്നാണ്. നോൺ വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ പവർ ഓഫായി കഴിഞ്ഞാലും റോമിനകത്തുള്ള ഡേറ്റാസ് അതുപോലെ തന്നെ കാണും. ഇനി നോക്കിയേ, ഈ റോം മെമ്മറി എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. റോം മെമ്മറിയിൽ റോം എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. പി റോം, ഇ പി റോം ആൻഡ് ഇ ഇ പി റോം. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. റോമിൻ്റെ ഫുൾ ഫോം നമുക്കറിയാമല്ലോ. അപ്പോൾ പി എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതിനകത്തുള്ള ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പി റോമിലുള്ള ഡേറ്റ നമുക്ക് മോഡിഫൈ ചെയ്യാനോ എറേസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അടുത്ത എന്താണ്? ഇ പി റോം. ആ പേരിൽ തന്നെയുണ്ട്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇപ്പോൾ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്താ? ഇറേസബിൾ ആണ്, നമുക്ക് ഇറേസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇറേസ് ചെയ്യുന്നത്? യു വി ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇ പി റോമിലുള്ള ഡേറ്റാസിനെ നമ്മൾ ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയാണ്, ഇതിനകത്തുള്ള ഡേറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയാണ്, ഡേറ്റ നമുക്ക് ഇറേസ് ചെയ്യാം യു വി ലൈറ്റ് യൂസ് ചെയ്തിട്ട്. ഇനി അടുത്തത് ഇ ഇ പി റോം. ഇ പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ. ഇ പി നമ്മൾ പഠിച്ചു, ഇറേസബിൾ പ്രോം ആണെന്ന് പഠിച്ചു. അപ്പം ഇ പി ഒരു ഇയും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അതെന്താണ്? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? ഇതും ഇറേസബിൾ ആണ്, ഇറേസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്തിട്ട്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ഇറേസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് മെമ്മറിയാണ്. മെമ്മറി മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. പ്രൈമറി മെമ്മറിയെ തന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റാം എന്നും റോം എന്നും. റാം റാൻഡം ആക്സസ് മെമ്മറിയാണ്, അത് വോളട്ടൈലാണ്. രണ്ടാമത്തത് റോം റീഡ് ഒൺലി മെമ്മറിയാണ്, അത് നോൺ വോളട്ടൈലാണ്. അതായത് പവർ പോയാലും അതിനകത്തുള്ള ഡേറ്റാസ് അവിടെ തന്നെ കാണും. ഇനി റോമിനെ വീണ്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ട്, പി റോം, ഇ പി റോം, ഇ ഇ പി റോം. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റോം ആണ്, അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ്, അതിനെ യു വി ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇറേസ് ചെയ്യാം. അടുത്ത ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ ആണ്. എങ്ങനെയാണ് ഇറേസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഇറേസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ മെമ്മറിയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറിയാണ്. എക്സ്റ്റേണലി നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡേറ്റാസ് ടൈപ്പ് ചെയ്തു, അത് സേവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോട്ടാണ്. അപ്പം നമ്മുടെ സി പി യുവിനകത്ത് തന്നെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടാകും. ആ ഹാർഡ് ഡിസ്കിലോട്ടായിരിക്കും നമ്മൾ ഡേറ്റാസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സി ഡ്രൈവ്, ഡി ഡ്രൈവ് എന്നൊക്കെ കണ്ടിട്ടില്ലേ കമ്പ്യൂട്ടറിൽ, സ്റ്റോറേജ് ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതായിരിക്കും, ആ ഹാർഡ് ഡിസ്കിലോട്ടായിരിക്കും നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നുള്ള CD, DVD, പെൻ ഡ്രൈവ് അങ്ങനെയൊക്കെ ഉള്ളത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റാസിനെ അതിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഡേറ്റാസിനെ നമ്മുടെ നമ്മൾ എക്സ്റ്റേണലായിട്ട് മെമ്മറി യൂസ് ചെയ്ത് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി മെമ്മറി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എക്സ്റ്റേണൽ മെമ്മറി. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക്, അതുപോലെ നമ്മൾ ഫ്ലോപ്പി ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്. ഇതെല്ലാം എന്തിനാണ്? സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിളാണ്. ഡേറ്റ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഈ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. നോക്കിയേ, ആദ്യത്തേതാണ് മാഗ്നറ്റിക് ഡിസ്ക്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സി പി യുവിനകത്ത് തന്നെ എന്തുണ്ട്? ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിനെന്തായിരിക്കും? പല ട്രാക്കും സെക്ടറും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സി പി യുവിനകത്ത് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണ് മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ RPM ആണ്. RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ്.
നോക്കിയേ, ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെഗാബൈറ്റ്സ് അല്ലെങ്കിൽ ജിഗാബൈറ്റ്സിലായിരിക്കും. അപ്പോൾ സ്പീഡ് മെഷർ ചെയ്യുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റിലും സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് മെഗാബൈറ്റ്സ് അല്ലെങ്കിൽ ജിഗാബൈറ്റ്സിലാണ്. ഇനി നോക്കിയേ, ഫ്ലോപ്പി ഡിസ്ക് അതും എന്താണ്, ഒരു സെക്കൻഡറി മെമ്മറിയാണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? അതെ, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അലൻ ഷുഗാർട്ടാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്. ഇനി ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 3.5 ഇഞ്ചാണ് ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ്. ഈ ഫ്ലോപ്പി ഡിസ്ക് എവിടെയാണ്? നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഉണ്ട്, അവിടെയായിരിക്കും നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മെഗാബൈറ്റ്സ് അല്ലെങ്കിൽ ജിഗാബൈറ്റ്സ് ആണ്. അതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അലൻ ഷുഗാർട്ടാണ്. ഇനി അടുത്തത് നോക്കിയേ, മാഗ്നറ്റിക് ടേപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡേറ്റാസൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്? ഒരു സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇത് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു പിറകെ ഒന്നായിട്ടാണ് എന്ത് ഡേറ്റാസ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരെണ്ണം ഏതാണ്? ഒപ്റ്റിക്കൽ ഡിസ്ക്. ഒപ്റ്റിക്കൽ ഡിസ്കിൽ വരുന്നതാണ് നമ്മുടെ CD, DVD, ബ്ലൂറേ ഡിസ്ക് എന്നൊക്കെ പറയുന്നത് ഏതിന് എക്സാമ്പിളാണ്? ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിളാണ്. ഇപ്പം ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ മീനിങ് തന്നെ എന്താണ്? ലൈറ്റ്. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഡിസ്കിൽ എന്താണ്? ലൈറ്റ്, അതായത് ഡാർക്ക് ആൻഡ് ലൈറ്റ് പിക്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡേറ്റാസിനെ ഒപ്റ്റിക്കൽ ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് CD. നമ്മൾ പറഞ്ഞ ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിളാണ് ഏത്? CD, DVD എന്നൊക്കെ പറയുന്നത്. CDയുടെ ഫുൾ ഫോം എന്താണ്? എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. CD എന്താണ്? കോമ്പാക്റ്റ് ഡിസ്ക് ആണ്. DVD എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ് DVD. ഇനി ഒരു DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? 4.7 GB ആണ് ഒരു DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഒരു CDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 650 മുതൽ 750 MB ആണ് ഒരു CDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇനി ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഡയമീറ്റർ ഓഫ് എ CDയുടെ ഡയമീറ്റർ എത്രയായിരിക്കും? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു CDയുടെ ഡയമീറ്റർ. അപ്പോൾ നോക്കിയേ, CD കോമ്പാക്റ്റ് ഡിസ്ക്, DVD ഡിജിറ്റൽ വെഴ്സറ്റൈൽ ഡിസ്ക്. ഈ DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി 4.7 GBയും CDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി 650 മുതൽ 750 MB ആയിരിക്കും. ഇനി CDയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഡിസ്ക്കാണ് ഇത് ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ CDയിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ ലേസർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ലേസറിൻ്റെ ഫുൾ ഫോം എന്താണ്? അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസറിൻ്റെ ഫുൾ ഫോം. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫുൾ ഫോം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ലേസറിൻ്റെ ഫുൾ ഫോം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇനി അടുത്ത മെമ്മറി ഏതാണ്? ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി ഏതാണ്? USB ഫ്ലാഷ് ഡ്രൈവ്, മെമ്മറി കാർഡ്, ഇതൊക്കെയാണ് ഏത്? ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. എവിടെയാണ്? നമ്മുടെ ഡിജിറ്റൽ ക്യാമറയിൽ, മൊബൈൽ ഫോൺസിലൊക്കെയാണ് ഏത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറി. ഏതൊക്കെയാണ് മെമ്മറി? പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിയിൽ റാം, റോം ഉണ്ട്. സെക്കൻഡറി മെമ്മറി നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ഹാർഡ് ഡിസ്ക്, CD, DVD, ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഇതെല്ലാം ഏതിലാണ് വരുന്നത്? സെക്കൻഡറി മെമ്മറിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രമാണ് ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് CPU ആണ്. CPUവിനകത്ത് തന്നെ വരുന്ന ചെറിയൊരു മെമ്മറിയാണ് ഏത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറിയാണ്. ഇവിടെ റാം ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി എന്താണ്? CPUമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സെക്കൻഡറി മെമ്മറിയിൽ ഏതൊക്കെ വരാം? ഹാർഡ് ഡിസ്ക് വരാം, CD, അതുപോലെ തന്നെ USB, DVD, ഇതെല്ലാം സെക്കൻഡറി മെമ്മറിയിൽ വരാം. ഇത്രയുമാണ് മെമ്മറി യൂണിറ്റിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ക്യാഷ് മെമ്മറി അതുപോലെ തന്നെ രജിസ്റ്ററൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. താങ്ക് യു.